നമസ്കാരം. എന്തൊക്കെയാണ് ചുറ്റും ചോരുന്നത് എന്ന് ഒരു പിടിയുമില്ലാതെ നിൽക്കുമ്പോഴാണ് ശ്രീരാമൻ ഒന്നിനു പിറകെ ഒന്നായി BJPക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 24 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിന്റെ കോലാഹലം നടക്കുന്നതിനിടെ ക്ഷേത്രം പൂജാരി തന്നെ ഉയർത്തിയ രാമക്ഷേത്രത്തിലെ മേൽക്കൂര ചോർച്ചയ്ക്ക് പിന്നാലെ BJPയെ കൂടുതൽ വെട്ടിലാക്കി രാംപത് റോഡിന്റെ തകർച്ച കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ പള്ളിപ്പറമ്പിൽ കുടിയിരുത്തിയ രാംലല്ലയുടെ അസ്വസ്ഥത ചെറുതൊന്നുമല്ലെന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അയോധ്യയിൽ മാത്രം അരങ്ങേറുന്നത്. രാംലല്ലയെ കുടിയിരുത്തിയ രാം മന്ദിർ സ്ഥിതി ചെയ്യുന്ന അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ജനറൽ സീറ്റിൽ മത്സരിച്ച സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി അവധേഷ് പ്രസാദ് വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചപ്പോൾ തുടങ്ങിയതാണ് BJPക്ക് ഈ അപശകുനവും അവലക്ഷണങ്ങളും ഒക്കെ. മേൽജാതി കീഴ്ജാതി എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്ന് BJP നിർത്തിയ മേൽജാതി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ഒരു ദളിത് സ്ഥാനാർത്ഥിയെ ജനറൽ സീറ്റിൽ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗം അറിയുന്നവർക്കറിയാം അതിൽ എത്രമാത്രം അത്ഭുതമുണ്ടെന്ന്. രാം മന്ദിറിനെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടി രാജപാത പണിയാനായി തലമുറകളായി താമസിച്ചു പോന്ന സാധാരണക്കാരുടെ കൂരകൾ പൊളിച്ചും കച്ചവടം ചെയ്തു പോന്ന കടകൾ ഇടിച്ചും പണിത രാംപഥിലാണിപ്പോൾ മുട്ടിന് ഗർത്തങ്ങളും കുഴികളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മഴ ശക്തമായതിന് പിന്നാലെയാണ് റോഡിന്റെ 14 കിലോമീറ്റർ ദൂരത്ത് വിവിധ ഭാഗങ്ങളിൽ കുഴികൾ രൂപപ്പെട്ടത്. റോഡിനോട് ചേർന്നുള്ള ചെറുവഴികളിലും തെരുവുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ചുറ്റുമുള്ള വീടുകളിലും വെള്ളം കയറി. നിർമ്മാണത്തിലെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പിലെയും ഉത്തർപ്രദേശ് ജൽ നിഗമിലെയും 6 ഉദ്യോഗസ്ഥരെ ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. വിഷയവുമായി ബന്ധപ്പെട്ട് കരാർ സ്ഥാപനമായ അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള ഭുവൻ ഇൻഫ്രാകോം പ്രൈവറ്റ് ലിമിറ്റഡിനും സംസ്ഥാന സർക്കാർ നോട്ടീസ് അയച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അജയ് ചൗഹാൻ പറഞ്ഞു. കനത്ത മഴയിൽ മേൽക്കൂര ചോർന്ന് രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്തേക്ക് വെള്ളം പതിച്ചത് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിനെയും കേന്ദ്ര സംസ്ഥാന ഭരണ നേതൃത്വങ്ങളെയും രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കിയിരുന്നു. രാംലല്ല വിഗ്രഹത്തിന് മുന്നിലായി പുരോഹിതൻ ഇരിക്കുന്ന ഇടത്തേക്കാണ് വെള്ളം പതിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാവാത്തതിനാലുള്ള പ്രശ്നം മാത്രമാണിതെന്നാണ് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ചെയർമാൻ നൃപേന്ദ്ര മിശ്ര വിശദീകരിച്ചതെങ്കിലും അതൊന്നും ഭക്തജനങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. പണി നേരാവണ്ണം പൂർത്തിയാകാതെ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് രാംലല്ലയെ കുടിയിരുത്തിയതെന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. വിഷയത്തിൽ BJPക്കെതിരെ അഴിമതി ആരോപണം ഉയർത്തി കോൺഗ്രസും രംഗത്തെത്തി. പുരോഹിത സമൂഹമാകെ അപൂർണമായ മന്ദിരത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിനെതിരെ ശബ്ദമുയർത്തിയിട്ടും ശങ്കരാചാര്യ മഠാധിപതിമാർ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ടും രാമനെ മുൻനിർത്തി വോട്ട് പിടിക്കാം എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നരേന്ദ്രമോദി തന്നെ കുളിച്ചു കുറിയിട്ട് തന്ത്രിപ്പണി ചെയ്തത്. അപ്പണിയെ ഉത്തർപ്രദേശ് ഒന്നടങ്കം തള്ളിക്കളഞ്ഞതിന്റെ പൊല്ലാപ്പ് കെട്ടടങ്ങുന്നതിന് മുമ്പെയാണ് രാം മന്ദിറിലെ ചോർച്ചയുടെ പേരിലും രാംപഥിലെ ഗർത്തങ്ങളുടെ പേരിലും BJP പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വല്ല രക്ഷയും കിട്ടണമെങ്കിൽ മോദി ഒരു നല്ല ജ്യോത്സ്യരെ കണ്ടെത്തി പ്രശ്നം വെച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്യുക തന്നെയാണ് അഭികാമ്യം. വൈകാതെ അദ്ദേഹം ആ വഴി തേടുമെന്ന് പ്രതീക്ഷിക്കാം.